ഭാഗം 28. ജീവിതത്തിൻ്റെ ഏതൊരനുഭവത്തിനും ഒരു മൂർധന്യാവസ്ഥയുണ്ട്. സന്തോഷമാകട്ടെ, സങ്കടമാകട്ടെ, രോഗമാകട്ടെ, പട്ടിണിയാവട്ടെ, എല്ലാത്തിനും അനുഭവത്തിൻ്റെ പാരമ്യം എന്ന് ഞാനതിനെ വിളിക്കും. ആ ഒരവസ്ഥയിൽ നമ്മുടെ മുന്നിൽ പിന്നെ രണ്ടു വഴികളേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മളതുമായി താതാത്മ്യം പ്രാപിക്കും, അല്ലെങ്കിൽ അതിനോട് പിണങ്ങിപ്പിരിഞ്ഞ് രക്ഷപ്പെടാനുള്ള അവസാന കുതറൽ നടത്തി നോക്കും. കുതറി ജയിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ചെന്നെത്തുന്നത് സ്വാഭാവികമായും ഭ്രാന്താലയത്തിലോ ആത്മഹത്യയിലോ ആയിരിക്കും. ഞാൻ ഒരിക്കലും കുതറി രക്ഷപ്പെടാൻ ശ്രമിച്ചതേയില്ല. ആദ്യത്തെ ചില ശ്രമങ്ങൾ തുടക്കക്കാരൻ്റെ വെപ്രാളങ്ങൾ എന്ന് മാത്രം കണ്ടാൽ മതി. അന്നൊക്കെ ഞാൻ ഈ പറയുന്ന പാരമ്യത്തിൽ എത്തി എന്ന് പറയാനാവില്ല. സത്യത്തിൽ അവിടെ എത്തിയപ്പോൾ ഞാൻ അതുമായി താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്തത്. എത്ര തീക്ഷ്ണമായ വേദനയും എത്ര തീക്ഷ്ണമായ പ്രയാസങ്ങളും കാലം കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും എന്നാണ് എൻ്റെ അനുഭവം പറയുന്നത്. ജീവിതം ഇങ്ങനെയൊക്കെ ദുരിതത്തിലൂടെ നീങ്ങി ഏതാണ്ട് ഒരു വർഷക്കാലം പിന്നിട്ടപ്പോഴേക്കും ഞാൻ അതിൻ്റെ ശീലക്കാരൻ ആയിക്കഴിഞ്ഞിരുന്നു. എനിക്കതിൻ്റെ ഒരു ഭാരവും അനുഭവപ്പെടാതെയായി. പണ്ടൊക്കെ ഞാൻ ആശങ്കപ്പെടാറുണ്ടായിരുന്നു, എങ്ങനെയാണ് പിച്ചക്കാർ, തീരെ ദരിദ്രർ, തീരാരോഗികൾ, അന്ധർ, വികലാംഗർ ഒക്കെ അവരുടെ പതിവുകളിൽ ഇങ്ങനെ പുലരുന്നതെന്ന്, എങ്ങനെയാണ് അവരുടെ മുഖത്ത് സന്തോഷവും പുഞ്ചിരിയും നിറയുന്നതെന്ന്. ഇപ്പോൾ എനിക്കതിൻ്റെ ഉത്തരം കിട്ടി. മറ്റെവിടെ നിന്നുമല്ല, സ്വന്തം ജീവിതത്തിൽ നിന്നു തന്നെ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും പ്രയാസമുള്ളതായി എനിക്ക് തോന്നാറേയില്ല. എനിക്കെന്താ, രാവിലെ ഉണരണം, ഇത്തിരി പാൽ കറക്കണം, ആടുകൾക്കും ഒട്ടകങ്ങൾക്കും തീറ്റയിട്ട് കൊടുക്കണം, ആടുകളെയും കൊണ്ട് നടത്താൻ പോകണം, തിരിച്ചു വരണം, ഇത്തിരി ഗുബൂസ് കഴിക്കണം, പച്ച വെയിലിലും പച്ച നിലാവിലും കിടന്ന് ഉറങ്ങണം. ചിന്തകളില്ല, ആവലാതികളില്ല, മോഹങ്ങളില്ല, പിന്നെന്തു വേണം? ഈ ലോകത്തിലെ മറ്റൊന്നും ഞാൻ അറിയുന്നതേയില്ല. ഞാൻ എൻ്റെ കുടുംബത്തെ, വീടിനെ, നാടിനെ മറന്നു കഴിഞ്ഞിരുന്നു. അവരൊക്കെ മറ്റേതോ ജന്മത്തിൽ മറ്റേതോ കാലത്തിൽ എനിക്കൊപ്പം ജീവിച്ചിരുന്നവർ. അവരുടെ ജീവിതവും അവരുടെ ദുഃഖവും അവരുടെ വേദനകളും എന്നെ ബാധിക്കുന്നതേയില്ല. എൻ്റെ ജീവിതം ഇപ്പോൾ സുഖമാണ്, സുഖകരമാണ്. അങ്ങനെ ജീവിതത്തിൽ പിന്നെയും ചൂടുകാലം വന്നു, തണുപ്പുകാലം വന്നു, കാറ്റ് വന്നു, പൊടിക്കാറ്റ് വന്നു, വല്ലപ്പോഴും മഴ വന്നു, ആഴ്ചയിലൊരിക്കൽ ട്രിക്ക് വന്നു. എല്ലാം വന്നു, എല്ലാം പോയി. എൻ്റെ മസ്രയിൽ ഞാനും ആടുകളും, അടുത്ത മസ്രയിൽ ഹക്കീമും ആടുകളും മാത്രം എവിടെയും പോകാതെ അവശേഷിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങളുടെ ഇടയിലേക്ക് മൂന്നാമതൊരു നിർഭാഗ്യവാൻ കൂടി വരുന്നത്. ഹക്കീമിൻ്റെ മസ്രയിലേക്കാണ് അയാളെ കൊണ്ടുവന്നത്. അവരൊന്നിച്ചായി നടപ്പും കിടപ്പുമൊക്കെ. ജീവിതത്തിൽ ആദ്യമായി ഒരു മനുഷ്യജീവിയോട് അസൂയ തോന്നുന്നത് അന്നാണ്. സത്യത്തിൽ എനിക്ക് സങ്കടമായിരുന്നു. അവനും മിണ്ടാനും പറയാനും ഒരാളായല്ലോ. ഞാൻ മാത്രം ഇങ്ങനെ ആടുകളോടൊപ്പം മസ്രയിൽ മറ്റൊരാടായി. ഞാൻ എന്നെ കൂടുതൽ വെറുക്കാൻ തുടങ്ങി. അപ്പുറത്തൊരു കൂട്ടുകാരനെ കിട്ടിയതോടെ ഹക്കീമിനുണ്ടായ മാറ്റങ്ങൾ പ്രത്യക്ഷമായിരുന്നു. വന്നവൻ ആരെന്നോ ഏത് ദേശക്കാരനെന്നോ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അവൻ ഹക്കീമിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുകൊടുത്തു. അവൻ്റെ മുഖത്ത് വലിയ ചിരികൾ വിടർന്നു. അവൻ്റെ സംസാരത്തിൽ വലിയ സന്തോഷങ്ങൾ നിറഞ്ഞു. ചുരുങ്ങിപ്പോയത് ഞാനാണ്. തികഞ്ഞ അസൂയ തന്നെയായിരുന്നു അത്. ലോകത്തിനോട് മുഴുവൻ പകയും ദേഷ്യവുമാണ് എനിക്ക് അപ്പോഴൊക്കെ തോന്നിയത്. മസ്രയിലെ ആടുകൾക്കു മേലെയാണ് ഞാൻ അതെല്ലാം തീർത്തത്. പിറന്നു വീണ മുട്ടനാടുകളുടെ വരി ഞെക്കിയുടച്ചു കളഞ്ഞും, കറവിയുള്ള ആടുകളുടെ മുലകളിൽ കമ്പുകൊണ്ട് കുത്തിയും, ചെമ്മരിയാടുകളുടെ ആസനത്തിൽ കമ്പ് കുത്തിക്കയറ്റിയുമൊക്കെയാണ് ഞാൻ ആ പക തീർത്തത്. ആദ്യമൊക്കെ ഞാൻ ആടുകളെയും കൊണ്ട് പോകുന്ന വഴിക്ക് വരാൻ ഹക്കീമിന് പേടിയായിരുന്നു. എന്നാൽ കൂട്ടുകാരനെ കിട്ടിയതോടെ ഹക്കീം കൂടുതൽ ധൈര്യവാനായി. അവൻ പതിയെ എൻ്റെ ആടുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരാൻ തുടങ്ങി. ഏറ്റവും അടുത്തു വന്നില്ലെങ്കിലും അല്പ ഉച്ചത്തിൽ പറഞ്ഞാൽ ശബ്ദം കേൾക്കാനാവുന്നത്ര അടുത്തുവരെ അവൻ വന്നു. അതിനെ ചൊല്ലി അവൻ്റെ അർബാബ് അവനെ പല പ്രാവശ്യം തല്ലിയെങ്കിലും പുതു കൂട്ടുകാരൻ്റെ ധൈര്യത്തിൽ അവൻ അതെല്ലാം അവഗണിച്ചു. എനിക്ക് അവൻ്റെ കൂട്ടുകാരനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ അങ്ങനെയൊന്നും മസ്ര വിട്ട് പുറത്തു വരാറില്ലായിരുന്നു. പുറത്തുപോക്കൊക്കെ ഹക്കീമിനെ ഏൽപ്പിച്ചിട്ട് അവൻ മസ്രയ്ക്കുള്ളിലെ പണികൾ മാത്രം ചെയ്തു. എന്നാൽ ഒരു ദിവസം ഹക്കീം നിർബന്ധിച്ച് അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒരു ആജാനുബാഹു, നല്ല നീളം, അതിനൊത്ത തടി, മൂസാ നബിയുടെ കാലത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരു പ്രവാചക കഥാപാത്രം എന്നാണ് ഒറ്റ കാഴ്ചയിൽ എനിക്കവനെ തോന്നിയത്. ഒരു പാകിസ്ഥാനി പഠാൻ എന്ന് ഞാൻ ഉറപ്പിച്ചു. അവൻ എൻ്റെ അരികിൽ വന്ന് പരിചയപ്പെട്ടു. ഇബ്രാഹിം ഗാദാരി, സൊമാലിയ ദേശക്കാരൻ. ആഫ്രിക്കൻ മരുഭൂമിയിൽ കുരുത്ത ഒരു വടവൃക്ഷം. ആ വൃക്ഷത്തിനു മുന്നിൽ ഞാനും ഹക്കീമും വാടിയ ചീരച്ചെടികൾ പോലെ തോന്നിച്ചു.
ഒരു ദിവസം ഹക്കീം അപ്പുറത്തുള്ള ഒരു മൺകൂനയുടെ മുകളിൽ കയറി നിന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാനിവിടെ ഒരു പേപ്പർ എഴുതി വച്ചിട്ടുണ്ട്, എടുത്തു വായിക്കുക. ഹക്കീം അവൻ്റെ വഴിക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആടുകളുമായി അവൻ നിന്ന മൺകൂനയുടെ ഭാഗത്തേക്ക് ചെന്നു. അവിടെ ഒരു കല്ലിനടിയിൽ ഒരു പേപ്പർ കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതെടുത്ത് വായിച്ചു. ഇബ്രാഹിം ഗാദാരി ഈ രാജ്യത്ത് മുൻപുണ്ടായിരുന്നു. എല്ലാ വഴികളും ദേശങ്ങളും അറിയാം. രക്ഷപ്പെടാൻ ആലോചിക്കുന്നു. നമ്മളെയും കൂട്ടും. എന്തെങ്കിലുമുണ്ടെങ്കിൽ അറിയിക്കാം. കരുണാമയനായ അള്ളാഹുവിൽ വിശ്വസിക്കുക. എൻ്റെ ഉള്ളിൽ നുരപൊന്തിയ ഒരു സന്തോഷം. ഏതു വാക്കുകൾ കൊണ്ടാണ് ഞാനത് പറഞ്ഞറിയിക്കുക? മരുഭൂമിയിൽ ഞെട്ടി ഉണർന്ന ഒരു പൂവ് പോലെയായിരുന്നു അത്. എനിക്ക് നാടിനെപ്പറ്റി വീടിനെപ്പറ്റി വിചാരമേ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതൊക്കെ കള്ളമാണ്, പച്ചക്കള്ളം. എല്ലാ വിചാരങ്ങളും എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് സാഹചര്യങ്ങളുടെ ചാരം മൂടിക്കിടക്കുകയായിരുന്നു എന്ന് മാത്രം. അവസരത്തിൻ്റെ ഒരു സൂചന വന്നപ്പോഴേക്കും അത് കത്തിജ്വലിക്കുന്നത് ഞാൻ കണ്ടു. ഒരു നെഞ്ചുവേദന പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത്. സങ്കടം കൊണ്ട് തളർന്നു പോകുന്ന നെഞ്ചുവേദന. ഞാൻ കരഞ്ഞുപോയി. ഞാൻ അടുത്തു നിന്ന മേരി മൈമുനയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. പൂവാടി പെണ്ണെ, ഞാൻ നിന്നെ കളഞ്ഞിട്ട് പോവാ. നിനക്കിവിടെ ഒത്തിരി റാവുത്തന്മാരും മൂരിവാസുമാരും ഒക്കെയില്ലേ കൂട്ടിന്? എനിക്കാരുമില്ല. എൻ്റെ സൈനുവിനും ആരുമില്ല. എനിക്കവൾ വേണം, അവൾക്കെന്നെയും. ഞാൻ നിലത്ത് കുമ്പിട്ടു. കരുണാമയനായ അള്ളാഹുവിന് നന്ദി പറഞ്ഞു. എന്നെ ഓർത്തതിന്, എൻ്റെ സങ്കടങ്ങൾ കേട്ടതിന്, എന്നെ വിടുവിക്കാൻ ഇബ്രാഹിം ഗാദാരി എന്ന പ്രവാചകനെ അയച്ചു തന്നതിന്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. പിന്നെ എൻ്റെ ആ ദിവസം എത്ര സന്തോഷം നിറഞ്ഞതായിരുന്നെന്നോ, എത്ര ഉത്സാഹത്തിലായിരുന്നെന്നോ ഓരോ പണിയും ഞാൻ ചെയ്തു തീർത്തത്. ഇവനിതെന്തു പറ്റി എന്ന് അർബാബ് ആലോചിച്ച് കാണണം. അർബാബോ ആലോചിച്ചോ? കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ, കഴിഞ്ഞു, ഞാൻ പോകും. പിന്നെ നിങ്ങൾ ആരെ തെറിവിളിക്കുകയും ആരെ ബെൽറ്റിനടിക്കുകയും ആരെ തുപ്പുകയും ചെയ്യുമെന്ന് കാണാമല്ലോ. ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് നിങ്ങൾ ഇത്തിരി വെള്ളം കുടിക്കും. അപ്പോൾ മനസ്സിലാവൂ നിങ്ങൾക്ക് ഈ നജീബിൻ്റെ വില. ആ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ അന്നൊന്നും സംഭവിച്ചില്ല. അതിനടുത്ത ദിവസവും കൊതിയോടെ കാത്തിരുന്നു. അന്ന് ആദ്യത്തെ ദിവസത്തേക്കാൾ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അന്ന് ഒന്നും സംഭവിച്ചില്ല. അതിനടുത്ത ദിവസം പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തീവ്രത ഇത്തിരിയോളം കുറഞ്ഞിരുന്നു. എന്നാൽ അത് സംഭവിക്കാനുള്ള ധൃതി അതുപോലെയുണ്ടായിരുന്നു. പിന്നെ ദിവസങ്ങൾ കഴിയുന്തോറും ആ ആഗ്രഹത്തിൻ്റെ തിര പതിയെ താഴോട്ടിറങ്ങാൻ തുടങ്ങി. ഒടുവിൽ കഠിനമായ നിരാശയിലും സ്വയം വെറുപ്പിലുമാണ് അത് ചെന്ന് അവസാനിച്ചത്. എന്നെ പറഞ്ഞു പറ്റിച്ച ഇബ്രാഹിം ഗാദാരിയോടും ഹക്കീമിനോടും എല്ലാം എനിക്ക് വെറുപ്പായിരുന്നു. 2 ദിവസത്തേക്ക് ആ വെറുപ്പ് അങ്ങനെ തന്നെ നിന്നു. പിന്നെ എനിക്ക് സംശയമായിരുന്നു, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവന്മാർ രണ്ടും കൂടി ഇനി കടന്നു കളഞ്ഞേക്കുമോ? അങ്ങനെയൊന്ന് ആലോചിക്കാൻ പോലും വയ്യായിരുന്നു. എങ്കിൽ അതേ ദിവസം ഞാനിവിടെ ആത്മഹത്യ ചെയ്ത് അവന്മാരോട് പ്രതികാരം ചെയ്യുമെന്ന് വരെ ഞാൻ ആലോചിച്ചുറപ്പിച്ചു വച്ചിരുന്നു. എന്നും കാലത്ത് ആടുകളെയും കൊണ്ട് പോകുമ്പോൾ ആകാംക്ഷയോടെയായിരുന്നു ഞാൻ അപ്പുറത്ത് ഹക്കീമിൻ്റെ ഭാഗത്തേക്ക് നോക്കിയിരുന്നത്. അവർ അവിടെ ഇപ്പോഴും ഉണ്ടെന്നറിയുമ്പോൾ എൻ്റെ മനസ്സ് എന്തെന്നില്ലാത്ത ഒരു കുളിർമ അനുഭവിച്ചിരുന്നു. അത് ഞാൻ ഒറ്റയ്ക്കായി പോയിട്ടില്ല എന്ന അറിവിൻ്റെ കുളിർമയായിരുന്നു. പിന്നെ എൻ്റെ വിധിയെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ എന്ന ചിന്തയായി. ആരെയെങ്കിലുമൊക്കെ വിട്ട് കള്ളവാക്ക് പറയിച്ച് വെറുതെ മോഹിപ്പിക്കുക എന്നത് അള്ളാഹുവിനൊരു കൗതുകം. കളിയാക്കിക്കോട്ടെ, പറ്റിച്ചോട്ടെ, എല്ലാത്തിനും നിന്നു കൊടുക്കാൻ ഒരു നജീബുണ്ടല്ലോ. അള്ളാ, എന്നാലും എന്നോട് വേണ്ടായിരുന്നു ഇപ്പണി എന്നൊരു സങ്കടം പറച്ചിൽ എൻ്റെ നിരാശ ഒടുക്കി. നിറഞ്ഞ നിസ്സംഗതയുടെ ദിവസങ്ങളാണ് പിന്നെ കുറച്ച് ദിവസത്തേക്കുണ്ടായത്. എന്നെ രക്ഷിക്കാൻ ഒരു ഗാദാരിയുമില്ല, പോദാരിയുമില്ല. ഇവിടെ ജീവിച്ച് ഇവിടെ ഒതുങ്ങാനാണ് എൻ്റെ വിധി. ഏറ്റവും ഒടുവിൽ സാധാരണയിലേക്ക് ഒരു മടക്കം. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ദിവസങ്ങൾ, സ്വപ്നം കാണാൻ ഒന്നുമില്ലാത്ത ദിവസങ്ങൾ, വെറും ആടുജീവിതം.